ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് പൊരിച്ച കോഴിക്കറി. വെറൈറ്റി പേരല്ലേ? ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചിക്കൻ്റെ ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണത്തിലോട്ട് പാകത്തിന് പൊടികൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്തു. ശേഷം പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് 3 സ്പൂൺ കട്ടത്തൈര് ചേർക്കുക. 3 സ്പൂൺ യോഗട്ട്, 3 സ്പൂൺ കട്ടത്തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ ചിക്കനിലോട്ട് പൊടികളും പാകത്തിന് ഉപ്പും കട്ടത്തൈരും ചേർത്ത് മിക്സ് ചെയ്തു. ഇതിലോട്ട് നമ്മൾ ഒരു നുള്ള്, കുറച്ചെടുത്താൽ മതി, കുറച്ച് കോൺഫ്ലോർ ചേർക്കുക. ഈ കോൺഫ്ലോർ ചേർക്കുന്ന എന്താന്ന് പറഞ്ഞാൽ നമ്മളിത് വറുത്തിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ വറുക്കുമ്പോൾ കുറച്ചൊന്ന് മുരിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കോൺഫ്ലോർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചിക്കനിലോട്ട് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇതിപ്പോൾ തന്നെ എടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ ഇത്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനു വേണ്ടി നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട്, ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എണ്ണയിലോട്ട് നമ്മൾ ഓരോ പീസായിട്ട് ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ കൂടി പിടിച്ച് ഇടരുത്. എല്ലാം കൂടെ കൂടി പിടിച്ച് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തോരം ചിക്കൻ നിങ്ങൾക്കുണ്ടോ അതിനനുസരിച്ച് 2 പാർട്ടായിട്ടാണെങ്കിലും വറുത്തെടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒരുമിച്ച് വറുത്തിട്ട് എല്ലാം കൂടെ കൂടി പിടിച്ച് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഓരോ പീസായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിത് ചിക്കൻ വറുത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വറുക്കാൻ ഉപയോഗിച്ച അതേ എണ്ണയിലോട്ട് തന്നെ ബാക്കിത്തെ കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമ്മൾ ആവശ്യത്തിന് കടുക് ചേർത്തു. അതിനുശേഷം ആവശ്യത്തിന് പെരിഞ്ജീരകമാണ് കേട്ടോ ചേർക്കേണ്ടത്. പെരിഞ്ജീരകവും കൂടെ ചേർക്കുക. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും 7 പച്ചമുളകും കറിവേപ്പിലയും, പച്ചമുളക് നടുവിൽ കീറിയതാണ് കേട്ടോ. 7 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കുക. പിന്നീട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർക്കുക. എന്നിട്ട് 4 സവോളയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഭയങ്കര തിന്നായിട്ട് അരിഞ്ഞിരിക്കുന്ന സവോളയാണിത്. സവോളയ്ക്ക് കട്ടി കുറച്ചരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സവോളയും കൂടെ ചേർത്തു. ആ സമയം കൊണ്ട് നമുക്ക് സവോള ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് പൊടികൾ തയ്യാറാക്കാം. പൊടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്തു. പിന്നീട് ഇതിലോട്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ 3 സ്പൂൺ മല്ലിപ്പൊടി, ഈ കറിക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടുതലുള്ളത് നല്ലതാണ്. 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ ഇത്. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പൊടികൾ. ഈ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓരോ പൊടിയും വെവ്വേറെ ചേർക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പൊടി നേരത്തെ ഇടുമ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ നിങ്ങൾ പൊടി ഉണ്ടാക്കി മാറ്റി വെക്കുകയാണെങ്കിൽ കരിഞ്ഞു പോവില്ല. ആ കരിഞ്ഞു പോകുന്ന ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം സെറ്റായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞെടുക്കാം. 2 തക്കാളി നന്നായിട്ട് നേർത്ത് കട്ടി കുറച്ചാണ് കേട്ടോ അരിയുന്നത്. സവോളയും ഇതുപോലെ കട്ടി കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ തക്കാളി അരിഞ്ഞെടുക്കുകയാണ്. 2 തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ മൂത്ത് വന്നിരിക്കുന്ന ഈ ഒരു ഇതിലോട്ട് ആ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മൂപ്പിക്കുക. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിരിക്കുന്നത് പച്ചമുളക്, കറിവേപ്പില, ജിഞ്ചറും ഗാർലിക്കും ക്രഷ് ചെയ്ത് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു 4 സവോള, 2 തക്കാളി എന്നിവയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടികൾ
എല്ലാം കൂടെ ചേർക്കുക. കണ്ടോ, ഇങ്ങനെ പൊടി നേരത്തെ തയ്യാറാക്കി വെച്ചതുകൊണ്ട് നമുക്ക് ഇത് ഭയങ്കര ഈസിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു പൊടി ചേർത്തിട്ട് അടുത്ത പൊടി എടുക്കാൻ നോക്കണം, അന്നേരത്തേട്ട് മറ്റേ പൊടി കരിഞ്ഞു പോവും. അതൊക്കെ നമുക്ക് നോർമലി എനിക്ക് സംഭവിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ നമ്മൾ നേരത്തെ പൊടി ഒന്ന് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ ഇടാം. പിന്നെ ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ ഈ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തണുപ്പുവെള്ളം ചേർക്കരുത്. ചൂടുവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കുക. അപ്പം നമ്മൾ ഈ ഗ്രേവി നല്ലതായിട്ട് കൊഴുത്ത ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഭയങ്കര കട്ടിയുള്ള ഒരു ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കട്ടി കുറഞ്ഞ ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ അതിന് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം. ഇതിപ്പോൾ ഞങ്ങൾ നല്ല കുറച്ച് കൊഴുപ്പുള്ള തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ തിക്കായിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. അപ്പോൾ നമ്മളിത് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി പറയാനുള്ള സ്റ്റെപ്പ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ അത് ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. 2 തക്കാളി കുറച്ച് കട്ടിക്ക് അരിഞ്ഞതും കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടെ ചേർക്കുക. ഇത് ചേർക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, നമ്മൾ ഈ കറി കഴിക്കുമ്പോൾ അധികം വേവാത്ത ഈ തക്കാളി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, അപ്പാര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ, അതായത് തൻപാൽ എന്ന് പറയില്ലേ, 1-ാം പാൽ, അത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റാണ്. റോസ്റ്റഡ് ചിക്കൻ കറി, അതായത് പൊരിച്ച കോഴീൻ്റെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. കുരുമുളക് പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.